കോൺഗ്രസ് നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇന്ത്യയാകെ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി BJPയെ സഹായിക്കുന്നത് എന്നത് തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടിയത്. അതിനെ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സ്വയം വിശേഷിപ്പിച്ചത് ഒരു അണുബോംബ് എന്നാണ്. തെളിവുകളുടെ ഒരു അണുബോംബ് തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഒരു ആഴ്ചയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ഈ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ നടത്തിയത്. അക്ഷരാർത്ഥത്തിൽ അതൊരു അണുബോംബായിട്ട് മാറിയിരിക്കുകയാണ്. അണുബോംബ് എന്ന് പറയുമ്പോൾ അത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുക പിന്നീടാണ്. നമ്മൾ ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി കർണാടകയിലെ ഒരു ലോക്സഭാ മണ്ഡലം എടുത്ത് അതിലെ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ക്രമക്കേടുകളെ കുറിച്ച് ചൂണ്ടിക്കാട്ടിയപ്പോൾ തന്നെ രാജ്യം ഞെട്ടിത്തെറിച്ചു. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലെയും ഹരിയാനയിലെയും ഒക്കെ ആ ക്രമക്കേടുകളെല്ലാം തന്നെ അദ്ദേഹം ഈ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിൽ പോലും അത് രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടാണ്. എന്തായാലും രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ഈ ആരോപണ സ്വരങ്ങളുടെ ഒരു അലയൊലി ഇപ്പോൾ കേരളത്തിലും ഉയർന്നിരിക്കുന്നു എന്നതാണ്. കേരളത്തിൽ BJP ആദ്യമായി ലോക്സഭയിലേക്ക് ഒരു അംഗത്തെ സ്വന്തമാക്കിയ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേട് സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അട്ടിമറികളുടെ വിവരങ്ങൾ ഓരോ ദിവസവും പുറത്തു വരുന്നത്. രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ തൃശൂരിലെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം രംഗത്ത് വന്നു. അദ്ദേഹം അന്ന് തന്നെ ഇത്തരത്തിൽ തൃശൂരിൽ BJP വ്യാപകമായിട്ട് കള്ളവോട്ടുകൾ ചേർത്തു അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണവുമായിട്ട് രംഗത്ത് വന്നു. പിന്നീട് അവിടുത്തെ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും ഇതുമായി സമാനമായ ആരോപണവുമായി രംഗത്ത് വന്നു. സുരേഷ് ഗോപിയുടെ കുടുംബത്തിന് തന്നെ അവിടെ കുടുംബത്തിലെ 11 പേർക്ക് ഒരു വിലാസത്തിൽ തന്നെ വോട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ DCC അധ്യക്ഷൻ നടത്തി. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ ഒന്നാകെ തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. തൃശൂരിൽ നമുക്കറിയാം, നേരത്തെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തു തന്നെ അവിടുത്തെ BJPയുടെ ജില്ലാ അധ്യക്ഷനായിരുന്ന KK അനീഷ് കുമാർ വലിയൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു, ആത്മവിശ്വാസം ഉന്നയിച്ചിരുന്നു. അവർ തുടക്കം മുതൽ ഈ മണ്ഡലം തങ്ങൾ പിടിക്കും എന്ന് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ തിരിച്ചു ചോദിച്ചത് എന്താണ് ഈ ആത്മവിശ്വാസത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഒരു 70,000-80,000-ഓളം പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ആ വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങൾ മാത്രമേ അവിടെ ഈ വോട്ടുകൾ ചേർത്തിട്ടുള്ളൂ. കോൺഗ്രസോ CPM ഒന്നും തന്നെ അത്തരത്തിൽ പുതിയ വോട്ടുകൾ ചേർക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് തങ്ങൾ ചേർത്ത ഈ വോട്ടുകൾ മതി തങ്ങൾക്ക് ജയിക്കാൻ എന്ന ഒരു ആത്മവിശ്വാസമാണ് തുടക്കം മുതൽ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഈ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഈ കാര്യങ്ങൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BJP ചേർത്ത വോട്ടുകൾ അത്രയും കള്ളവോട്ടുകൾ ആയിരുന്നു എന്നതാണ്. തൃശ്ശൂരിലെ 2 ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് തൃശ്ശൂരിലെ 2 അപ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ക്രമക്കേടുകൾ നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തൃശ്ശൂർ കോർപ്പറേഷൻ ഒപ്പം തന്നെ ഈ പാർലമെന്റ് മണ്ഡലത്തിനും പുറത്തു നിന്നുള്ള ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതാണ്ട് 30 പേര് ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രം വോട്ട് ചെയ്തിട്ട് വോട്ടർ പട്ടികയിൽ ഇടം നേടുകയും അവർ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പുറത്തു വരുന്ന മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഒരു അപ്പാർട്ട്മെന്റിലെ 4C എന്ന് പറയുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ നിന്നും 19 വോട്ടുകളാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അവിടെ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കാൻ ചെന്നപ്പോൾ അവിടെ ഒരു അംഗം മാത്രമാണുള്ളത്, ആ വീട്ടമ്മ മാത്രമാണ് അവിടെ ഉള്ളത്. ആ വീട്ടമ്മയ്ക്ക് പറയുന്ന ബാക്കി 9 പേരെയും അറിയില്ല. സമാനമായ രീതിയിൽ അവിടെ അടുത്തുള്ള മറ്റ് ഫ്ളാറ്റുകളിലെ ആളുകളും ഈ കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ പറയുന്ന ബാക്കി വോട്ട് ചെയ്തിരിക്കുന്ന ഈ 9 പേരെയും തങ്ങൾക്കറിയില്ല, തങ്ങൾ കണ്ടിട്ട് പോലുമില്ല എന്നാണ് അവരും പറയുന്നത്. എന്തായാലും CPIയും ഒപ്പം തന്നെ കോൺഗ്രസും ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. VS സുനിൽകുമാറും ഒപ്പം തന്നെ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റും പറയുന്നത് ഈ വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നാൽ കളക്ടറുടെ ഭാഗത്തു നിന്നും വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഉണ്ടായത്. അതായത് വോട്ടർ പട്ടികയിൽ ഒരാൾ പേര് ചേർത്ത് കഴിഞ്ഞാൽ, വോട്ടർ പട്ടികയിൽ പേര് വന്നു കഴിഞ്ഞാൽ അയാളെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക എന്നതാണ് അതിന്റെ മര്യാദ, അല്ലെങ്കിൽ അതാണ് നടപടിക്രമം. അതുകൊണ്ട് അങ്ങനെ വോട്ട് ചെയ്യിച്ചു എന്നതാണ്. അതായത് ഈ വോട്ടർ പട്ടികയിൽ പറയുന്നത് പോലെ ക്രമക്കേടിലൂടെ ആളുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഇവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുരേഷ് ഗോപി വിജയിച്ചത് ഇത്തരത്തിലുള്ള കള്ളവോട്ടുകളിലൂടെയാണ് എന്ന ആരോപണം വലിയ രീതിയിൽ തന്നെ ശക്തമായി തന്നെ ഉയരുകയാണ്. ഈ വിഷയത്തിൽ BJP പറയുന്നത്
തങ്ങൾക്ക് ഈ ആരോപണങ്ങളെല്ലാം തങ്ങൾ തള്ളിക്കളയുകയാണ്, അടിസ്ഥാനമില്ലാത്ത ആരോപണമാണ് ഇത് എന്ന ഒരു പ്രതികരണമാണ് BJPയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നത്. നമ്മൾ നോക്കണം, രാഹുൽ ഗാന്ധി ഈ വിഷയം ഉന്നയിച്ചത് കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ, ലോക്സഭാ മണ്ഡലത്തിൽ അവിടെ BJP ആണ് ജയിച്ചത്. ആ മണ്ഡലത്തിലെ ഒരു ഉദാഹരണമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ കേരളത്തിൽ ഒരു സമാനമായ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്നതും BJP വിജയിച്ചു വന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുമാണ്. കേരളത്തിൽ ബാക്കി 19 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 18 എണ്ണത്തിൽ UDFും ഒരെണ്ണത്തിൽ LDFുമാണ് ജയിച്ചത്. ഈ 19 ഇടങ്ങളിലും BJPക്ക് സമാനമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ദേശീയ തലത്തിൽ BJP ആരോപണത്തിന് മറുപടിയായിട്ട് മഹാരാഷ്ട്രയിലെ ധൂലെ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലവും അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിലെയും കണക്കുകളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ കാര്യമായ കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോൾ, രാജ്യത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകളുടെ ഒരു ഗുണഭോക്താവായിട്ട് മാറിയിരിക്കുന്നത് BJP നേതൃത്വം നൽകുന്ന NDA സർക്കാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. മറിച്ച് രാഹുൽ ഗാന്ധി ഈ വിഷയം അഡ്രസ് ചെയ്തിരിക്കുന്നത് BJPയുടെ ഏതെങ്കിലും അല്ലെങ്കിൽ BJP ജയിച്ച ഒരു മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ ക്രമക്കേട് നടന്നു എന്നതല്ല. അദ്ദേഹം പറയുന്നത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാര്യമായിട്ട് നടന്നിട്ടുണ്ട്. വീട്ടുവിലാസങ്ങൾ ഇല്ലാത്ത ഇടങ്ങളിൽ നിന്ന് നിരവധി, അല്ലെങ്കിൽ ഒരു വീട്ടുവിലാസം 0 എന്നൊക്കെ പറയുന്ന വീട്ടു നമ്പറിൽ നിന്നും 60-70 ആളുകളൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ ഇടം നേടുന്നു. ഒപ്പം തന്നെ വ്യാജ വോട്ടർ ID കാർഡുകൾ സൃഷ്ടിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള കൂടുതൽ ക്രമക്കേടുകളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിപ്പുകേട് എന്ന നിലയിൽ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുമായി ചേർന്നുകൊണ്ട് വോട്ട് മോഷണം നടത്തി എന്ന തന്റെ ആരോപണം സമർത്ഥിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം തെളിവുകളൊക്കെ തന്നെ പുറത്തുവിട്ടത്. എന്തായാലും ഇപ്പോൾ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നു. BJPയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ മെറിറ്റിലേക്ക് പോയൊരു നടപടി സ്വീകരിക്കാതെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിലെ വളരെ സാങ്കേതികമായ ചില വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നോട്ടീസ് അയക്കുക, അദ്ദേഹത്തോട് സത്യവാങ്മൂലത്തോടൊപ്പം തന്നെ തെളിവുകൾ സമർപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചു വരുന്നത്.